നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു പണ്ട്. പക്ഷേ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞതിൽ പിന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ഈ ഗോതമ്പ് ദോശ ഉണ്ടാവാറുണ്ട്. സമയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ രാത്രി തന്നെ ഇത് വേഗം പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ ഈസി ആയിട്ട് കോമ്പിനേഷൻ മുട്ടക്കറി പോകും. കുക്കർ മുട്ടക്കറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചാനലിന് ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. റൈറ്റ് സൈഡിൽ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതിലും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് 2 തണ്ട് കറിവേപ്പിലയാണ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള. ഇത് പാലക്ക് ഇലയാണ്. നിങ്ങൾക്ക് പാലക്ക് കിട്ടിയില്ലെങ്കിൽ പച്ച ചീരയോ ചുമന്ന ചീരയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. വളരെ കനം കുറച്ച് വേണം അരിയാൻ, ഒട്ടും ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കരുത്. അപ്പം നമുക്ക് ദോശ പരത്താൻ കുറച്ച് പാടാണ്. ഞാനിവിടെ ഇത് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് പച്ചമണം മാറുന്നിട വരെ ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്കിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഒരു 1/2 മിനിറ്റിന് താഴെ മതി ഇതെല്ലാം കൂടി നമുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് ഞാൻ ആഡ് ചെയ്തു. ഇനി 1 കപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവിനായിട്ട് യൂസ് ചെയ്താൽ മതി. കപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ പ്രശ്നമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ അത് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയും പാലക് ലീവ്സൊക്കെ തണുത്തിട്ടുണ്ട്. അത് നമുക്കിനി നമ്മുടെ ഈ ഗോതമ്പ് മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് മാവ് എടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണിപ്പം ആഡ് ചെയ്യുന്നത്. നമ്മൾ ദോശമാവിൻ്റെ അയവിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിനി ഇത്തിരി കൂടുതലോ കുറവോ മതിയെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്ത മാവാണ്. ഇതിൻ്റെ അടിയിൽ കട്ടകളൊന്നും കിടക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളിതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലതുപോലെ കൂടി മാവ് നല്ല കറക്റ്റായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് ദോശ ഒന്ന് ചുട്ടെടുക്കാം. ഇതൊരു പാനാണ്, അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിരുന്നു ആദ്യം. അതിനുശേഷം മീഡിയം ചൂടിൽ ഇത് ഒഴിക്കാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് പരത്താൻ പറ്റാതാവും. നമ്മളൊരു തവി ഒഴിച്ചിട്ട് നല്ലതുപോലെ തവി കൊണ്ട് നമുക്ക് വട്ടത്തിൽ ദോശയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി നമുക്ക് തീ അല്പം കൂട്ടി വെക്കാം. അതിനുശേഷം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നെയ്യോ ഏതെങ്കിലും നോർമൽ ഓയിലോ നമുക്കിങ്ങനെ ഈ ഗോതമ്പ് ദോശയുടെ 4 സൈഡിനും ഒത്തിരി വേണ്ട, കുറച്ചിങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ടേക്കോ അതിൻ്റെ ബാലൻസ് ഇങ്ങനെ 1-2 ഡ്രോപ്സ് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. സാധാരണ ദോശ പോലെ പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടാൽ ഇത് ദോശയാവില്ല. കുറച്ച് ക്ഷമയോടെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം എങ്കിലും ഇത് മറിച്ചിടേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ കുക്കായി വരത്തുള്ളൂ. ഒരു ചട്ടുകം കൊണ്ട് നമ്മളിത് നല്ലതുപോലെ അമർത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ചെറിയ കുമിളകൾ ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ ഇതിൽ നിന്നും ഇങ്ങനെ പൊങ്ങി വരും. പിന്നീട് ഇതിൻ്റെ അകത്ത് ഗോൾഡൻ കളറിലെ സ്പോട്ടുകൾ അവിടെ ഇവിടെ എല്ലാം വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ദോശ റെഡിയായെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്പെഷ്യൽ ഗോതമ്പ് ദോശ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.